ആതിരെ നമ്മൾ കണ്ണൂരിലെ ഈ പേരാവൂരും മട്ടന്നൂരും ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കെ ശൈലജ എന്ന CPM-ന്റെ നേതാവ്, ജനപ്രിയ നേതാവ്, അവരുടെ പഴയ മണ്ഡലം മട്ടന്നൂരും അവർ ഇപ്പോൾ മത്സരിക്കുന്ന മണ്ഡലം പേരാവൂരും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളും ശൈലജയുടെ പേര് കൊണ്ട് തന്നെ ശ്രദ്ധ ആകർഷിക്കുകയല്ലേ. എന്താണ് ഈ പേരാവൂരിലെ സ്ഥിതി എന്ന് ആദ്യം പറയാം. പേരാവൂരില് 3 സ്ഥാനാർത്ഥികളിൽ UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് ആയിട്ടുള്ള KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആണ് അവിടുത്തെ മത്സരാർത്ഥി. UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് സണ്ണി ജോസഫ് ആണ്. LDF സ്ഥാനാർത്ഥിയായിട്ടാണ് കെ ശൈലജ ടീച്ചർ തന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്ന മട്ടന്നൂർ വിട്ട് പേരാവൂരിലേക്ക് എത്തുന്നത്. കെ ശൈലജ ടീച്ചറോട് മത്സരിക്കുമ്പോൾ അതേപോലെ തന്നെ പേരാവൂരിൽ BDGS-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പൈലിയാണ് മത്സരിക്കുന്നത്. മട്ടന്നൂര് ചന്ദ്രൻ തില്ലക്കേരി LDF സ്ഥാനാർത്ഥിയായിട്ട് VK സനോജ് മത്സരിക്കുന്നു. ബൈജു എലക്കുഴിയാണ് LDF സ്ഥാനാർത്ഥി. ഇപ്പോ പേരാവൂരിന്റെ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നത് സണ്ണി ജോസഫ് തന്നെയാണ്. സണ്ണി ജോസഫിന്റെ ഒരു ഭൂരിപക്ഷം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ 44.8% അവിടുത്തെ CPM-ന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ 47% സണ്ണി ജോസഫ് അവിടെ കോൺഗ്രസ് പ്രതിയായിട്ട് വരുന്നത്. 66,706 വോട്ടുകളാണ് സണ്ണി ജോസഫിനോട് നേടാൻ സാധിച്ചത്. ഒരു വലിയ ഭൂരിപക്ഷം ഒന്നും നമുക്കവിടെ പറയാൻ സാധിക്കില്ല. കാരണം 44% CPM-നോട് കിട്ടിയപ്പോൾ 47% സണ്ണി ജോസഫിന് നേടാൻ സാധിച്ചത്. അതേപോലെ തന്നെ 6.5% വോട്ടാണ് BJP-ക്ക്. 9,145 വോട്ടുകളാണ് അവിടെ കിട്ടിയത്. 1.1% വോട്ട് SDPIക്ക് ഉണ്ട്. ചിലപ്പോൾ SDPIയുടെ വോട്ട് CPM-ലേക്ക് പ്രാവശ്യം പോവുമായിരിക്കും. ആ രീതിയിൽ അവിടത്തേക്ക് ഈ 44 കഴിഞ്ഞ തവണ നേടിയതിനെക്കാട്ടിൽ കെ ശൈലജ ടീച്ചർ എന്ന മുഖം കൊണ്ടും SDPIയുടെ വോട്ടും കൂടെ ചേർന്ന് ഭൂരിപക്ഷം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2016 വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ 2016 കോൺഗ്രസിന് 48% ഉണ്ടായിരുന്നു. 48% 65,659 വോട്ട്. ഭൂരിപക്ഷം കുറയും, 1% ഭൂരിപക്ഷം കുറയുകയാണ് ശരിക്കും ഈ 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത്യാവശ്യം കോൺഗ്രസിന് മുൻതൂക്കമുള്ള ഒരു മണ്ണ് തന്നെയാണ് പേരാവൂർ എന്ന് പറയുന്നത്. ഈ ഭൂരിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളൊരു സ്ഥിതി മാത്രമേ പേരാവൂർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ തന്നെ ഒരു കോൺഗ്രസ് വോട്ടുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പേരാവൂർ. അതുകൊണ്ട് തന്നെ ഈ കുറച്ചുകൂടെ മേന്മ കൂടിയ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിൽ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ വോട്ട് ശതമാനം കൂടും. അത്ര പരിചിതമല്ലാത്ത സ്ഥാനാർത്ഥികൾ വരുമ്പോൾ വോട്ടിന്റെ ഭൂരിപക്ഷം കുറയും. എന്നാലും ജയം കോൺഗ്രസിലേക്ക് തന്നെയാണ് പേരാവൂർ നമുക്ക് കാണാൻ പറ്റുന്നത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ സംബന്ധിച്ച് 4ാമത്തെ ടേമാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. 2021 വോട്ട് കൂടിയ അല്ലെങ്കിൽ വോട്ട് വിഹിതം കൂടിയത് 2021 4 ടൈമായിട്ട് സണ്ണി ജോസഫിന്റെ മണ്ഡലം തന്നെയാണ്. സണ്ണി ജോസഫിന് തന്നെയാണ് അത്യാവശ്യം ഒരു മുൻതൂക്കമുള്ളത്. പക്ഷേ നമുക്ക് കെ ശൈലജ ടീച്ചറിനെ അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല. പക്ഷേ ടീച്ചറിന്റെ തന്നെ ഒരു പ്രചരണ രീതികളൊക്കെ കാണുമ്പോൾ ഒരു തണുത്ത മട്ടാണ്. നമ്മൾ ഇതിനു മുൻപ് കണ്ട ശൈലജ ടീച്ചറിനെ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. കുറച്ചൊരു തണുത്ത മട്ടിൽ തന്നെ കിട്ടിയാൽ കിട്ടി എന്നൊരു രീതിയിലാണ് അവിടുത്തെ ഒരു പൊതുവെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ടീച്ചർ തന്നെ പറഞ്ഞിരുന്നു ടീച്ചറിന്റെ സേഫ് സീറ്റ് ആണ് മട്ടന്നൂര്. സേഫ് സീറ്റ് VK സനോജിന് വിട്ടുകൊടുത്തയാന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് പേരാവൂരിന്റെ ഒരു അന്തരീക്ഷം. പേരാവൂർ കോൺഗ്രസ് മണ്ണിലേക്ക് തന്നെ. ഏതായാലും പേരാവൂരിലേക്ക് കെ ശൈലജ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു അല്പം രാഷ്ട്രീയം തന്നെ പറഞ്ഞു പോകേണ്ടി വരും. CPM രാഷ്ട്രീയം. CPM-നകത്ത് അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ കണ്ണൂർ ഇപ്പം ജില്ലാ ഘടകമാണ് സംസ്ഥാന ഘടകത്തിന് സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും പേരാവൂരിൽ ശൈലജയുടെ പേരായിരുന്നില്ല, അവർ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ശൈലജ മട്ടന്നൂരാണ് അവർ ആഗ്രഹിച്ചത്. കാര്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചതാണ്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ MLA ആയിട്ട് പോലും അവർക്കൊരു പദവിയും കൊടുത്തില്ല. അത് CPM-ന്റെ ഒരു എന്താ പറയുക, പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു ഗെയിമായിരുന്നു അത്. അവർ കെ ശൈലജ ഒരിക്കലും തന്നെക്കാളും വളരാൻ പാടില്ല എന്നുള്ള കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു സഖാവ് പിണറായി വിജയൻ തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കണം. ശൈലജയ്ക്ക് സീറ്റ് അങ്ങനെയാണെങ്കിലും കാര്യം ചെയ്തോ, നിങ്ങൾ പേരാവൂരിൽ മത്സരിച്ച് ജയിച്ചു വാ, നിങ്ങളുടെ കഴിവ് കാണട്ടെ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ പ്രതിഹാരത്തിൽ കൊഴിഞ്ഞു വീണ ഒരു സഖാവെന്ന് നമുക്ക് കെ ശൈലജ ടീച്ചറിന് ഇതൊരു വലിയ അടുത്ത പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അവരുടെ വോട്ട് പിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ശരിക്കും ഒരു തണുത്ത മട്ടിലാണെന്ന്. ഒരു വേള അവർക്ക് എങ്ങാനും ഒരു തോൽവി, കാര്യം ഈ പറയുന്ന പേരാവൂരിൽ അവർ മത്സരിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടത് വടകരയിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി ഷാഫി പറമ്പിലിനോട്
അവർ എത്ര ലക്ഷം ദയനീയമായൊരു ദയനീയമായൊരു അതെ, എന്നിട്ട് അത് കാഫിർ പ്രയോഗവും അവരുടെ ഈ പ്രായവും ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ ഒരു പാർട്ടിയുടെ സമുന്നതമായ ഒരു ഘടകത്തിൽ, അതായത് CC-യിൽ സെൻട്രൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ശൈലജ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന അവരുടെ മറ്റൊരു വനിതാ സംഘടനയിലുള്ള നേതാവിനെ അവർ വല്ലാതെ കണ്ട് അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. ഒരു തോൽവി, ഒരു വല്ലാത്ത തോൽവിയാണ്. ആ ശൈലജ ടീച്ചറിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ പേരാവൂർ കൂടെ ഒരു തോൽവി കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കണ്ണൂർ അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയ പൊട്ടിത്തെറിയായിരിക്കും. പേരാവൂരിൽ ഒരു വേള ശൈലജ തോറ്റാൽ എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം അവിടെ ഇത്തവണ സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ണൂർ വരുമ്പോൾ P. ജയരാജന് സീറ്റില്ല. അവസാന ചാൻസ് ആയിരുന്നു. എന്തുകൊണ്ട് P. ജയരാജന് സീറ്റ് കൊടുത്തില്ല? കണ്ണൂർ പ്രത്യേകിച്ച് ഇത്തരത്തിൽ സീറ്റ് നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായകമായ പങ്ക് പിണറായി വിജയനുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് കൊടുത്തില്ല P. ജയരാജന്? ജയരാജന് പകരം തളിപ്പറമ്പിന്റെ ചുമതല, ഇലക്ഷൻ ചുമതലയാണ് കൊടുത്തത് P. ജയരാജന്. P. ജയരാജന് ആഗ്രഹം ഉണ്ടായിരുന്നു മത്സരിക്കണമെന്ന്. അതുപോലെ M. V. ജയരാജൻ പിണറായിക്കൊപ്പം നിന്നിട്ടും എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവിടെ ഒരു വൻപൻ ഗെയിം നടന്നു. KK ശൈലജയെ ഇനി അടുത്തൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും പോകുന്ന പേരാവൂരിലെ റിസൾട്ട് വന്ന ശേഷമാണ്. ഇനി മട്ടന്നൂർ വന്നു കഴിഞ്ഞാൽ VK സനോജിനെ എന്തുകൊണ്ട് നിർത്തി എന്ന് ചോദിച്ചാൽ സേഫ് സീറ്റ് ആണ്. ഉത്തരം നമ്മുടെ KK ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞിരുന്നു. ഒരു യുവ നേതാവ് വരട്ടെ, യുവ നേതാവ് അസംബ്ലിയിലേക്ക് വരണം എന്ന ആഗ്രഹം കൊണ്ട് തന്റെ സീറ്റ് മാറിക്കൊടുത്തു എന്നാണ് ശൈലജ. അല്ല, അത് അവര് അപ്പോഴേ തന്നെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇത്തവണ UDF-നെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നിരവധി അബിൻ വർക്കി തുടങ്ങിയിട്ട് VT ബൽറാം തുടങ്ങിയിട്ട് എത്രയോ യുവ നേതാക്കൾ അവർക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പൊ പേരിനെങ്കിലും ഒരു സനോജെങ്കിലും വേണ്ടേ? കാര്യം ഇപ്പൊ CPM-നെ സംബന്ധിച്ചൊരു യുവനിര ഇല്ലല്ലോ, രണ്ടാമതൊരു യുവനിര CPM-ന് ഇല്ലല്ലോ. പിണറായി എന്ന് പറയുന്ന ഒറ്റ മുഖത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ CPM. നമുക്ക് മട്ടന്നൂരിന്റെ ചരിത്രം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മട്ടന്നൂർ 52-ലാണ് ഈ മട്ടന്നൂരിന്റെ ഒരു ഇലക്ഷന്റെ ഒരു മണ്ഡലം വരുന്നത്. അതെ, മദ്രാസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മട്ടന്നൂർ ആദ്യമായി മത്സരിക്കുമ്പോൾ അന്ന് തുടങ്ങി CPI ആണ് അവിടെ ഏറ്റവും നല്ല ഭൂരിപക്ഷം നേടുന്നത്. 62.32% മാധവൻ നമ്പ്യാർ കല്ലോറത്തും നേടിയ ഭൂരിപക്ഷമാണത്. അങ്ങനെ CPI ആണ്. CPI-യിലൂടെയാണ് ഒരു മണ്ഡലം ഒരു ചുവപ്പണിയുന്നത്. അതിനുശേഷം 2011 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM EP ജയരാജനാണ് വീണ്ടും ആ മണ്ണിനെ ചുവപ്പണിയിക്കുന്നത്. 56.55%, 75,177 വോട്ടിന് EP ജയരാജൻ വീണ്ടും ചുവപ്പണിയിച്ച മണ്ണാണ് മട്ടന്നൂർ. പിന്നീടാണ് 2016 വീണ്ടും സിറ്റിംഗ് സീറ്റ് തന്നെയാണ് CPIM-ന്റെ EP ജയരാജനാണ് വീണ്ടും മത്സരിക്കുന്നത്. അപ്പോഴും ഭൂരിപക്ഷത്തിന് കുറവൊന്നുമില്ല. 56.62%, അതേ ഭൂരിപക്ഷത്തിൽ തന്നെ 84,030 വോട്ടുകൾ അദ്ദേഹം നേടി. ആ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു സീറ്റാണ് 2021 KK ശൈലജയിലേക്ക് എത്തുന്നത്. KK ശൈലജ ടീച്ചറിലേക്ക് എത്തുമ്പോൾ CPIM-ന്റെ പ്രതിനിധിയായ KK ശൈലജ ടീച്ചറിന് നേടുന്നത് 96,129 വോട്ടുകൾ, 61.97. അപ്പൊ ഈ 60 അത്രയും ശതമാനം വരുന്നത് ഈ ഒരു മട്ടന്നൂർ ആദ്യമായി ചുമക്കുന്ന 1952 നമ്മുടെ മാധവൻ മാസ്റ്റർ അല്ലെങ്കിൽ മാധവൻ മാഷ് എടുക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അന്നാണ് പാർട്ടി ഒറ്റ പാർട്ടിയാണ്. പാർട്ടി രണ്ടായിട്ടില്ല. ഇല്ല, അന്നത്തെ ആ ഒരു ഭൂരിപക്ഷം പിന്നീട് മട്ടന്നൂർ കാണുന്നത് KK ശൈലജ ടീച്ചറിലൂടെ ആയിരുന്നു. 96,000 അത്രയും ഒരു 61.97% അന്നുണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ 2026 VK സനോജും UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരിയും BJP സ്ഥാനാർത്ഥി ബിജു ഏലക്കുഴിയും തമ്മിൽ മത്സരിക്കുന്നത്. അവിടെ പൊതുവെ മട്ടന്നൂര് ടീച്ചർ പറഞ്ഞ പോലെ ഒരു സേഫ് സീറ്റാണ്. ഒരു ഭൂരിപക്ഷം പോലും ഒരു 50% താഴേക്ക് പോയിട്ടില്ല. 55% മുകളിലേക്കാണ് മട്ടന്നൂരിന്റെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ മട്ടന്നൂർ അത് ചുവപ്പണിയുന്ന മണ്ണാണ്. അതിപ്പോ VK സനോജ് എന്ന് പറയുന്ന ആളുടെ വ്യക്തിപ്രഭ കൊണ്ടൊന്നുമല്ല, അതിന്റെ അപ്രത്യേകം ആ മണ്ണ് അങ്ങനെയാണ്. അതാണ് മട്ടന്നൂരിന്റെ പ്രത്യേകത. ഇനി ചന്ദ്രൻ തില്ലങ്കേരി ഭൂരിപക്ഷം ഇനി കുറയുകയാണെങ്കിൽ ഈ വ്യക്തിപ്രഭയുടെ മാറ്റം കൊണ്ടെങ്ങാണ് 50-ൽ താഴെ പോയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം കുറയുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ, മട്ടന്നൂർ ചുമക്കും, പക്ഷെ പേരാവൂർ ചുമക്കാൻ സാധ്യത കുറവാണ്. ഒരു വലിയ പൊട്ടിത്തെറി പേരാവൂരിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കണ്ണൂർ പൊളിറ്റിക്സിൽ ഉണ്ടാവും. അത് സംസ്ഥാനത്തെ കണ്ണൂർ CPM-ലും സംസ്ഥാന ഘടകം CPM-ന്റെ സംസ്ഥാന ഘടകത്തിലും അതൊരു വലിയ ചർച്ചയാവും. കാര്യം ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. കാര്യം KK ശൈലജയെ ബോധപൂർവ്വം തോൽപ്പിക്കാനായി അവിടെ ഇട്ടത് എന്നൊരു ഭാഷയും തളിപ്പറമ്പിൽ അവിടെ തോക്കുകയും പേരാവൂർ ടീച്ചറിന് തോൽവി കിട്ടുകയാണെങ്കിൽ അപ്പോഴായിരിക്കില്ലേ ഒരു തീർച്ചയായിട്ടും ഒരു വലിയ പൊട്ടിത്തെറി CPM-ന്റെ സംസ്ഥാന ഘടകത്തിലും അവിടെ കണ്ണൂർ ജില്ലാ ഘടകത്തിലും ഉണ്ടാവും.